TJ Travel Worksന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ നിൽക്കുന്നത് ഡബ്ലിനിലാണ്. ഡബ്ലിനിലെ ലൈറ്റിൻ്റെ ഇനാഗുറേഷൻ ആയിരുന്നു 2 ദിവസം മുമ്പ്, ക്രിസ്മസിൻ്റെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ ലൈറ്റിൻ്റെ ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് പോവാം. ഇത് ഡബ്ലിൻ സ്പയറിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ലൈറ്റിംഗ് ഒന്നും സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ. 2-3 ദിവസം മുമ്പായിരുന്നു ഇതിൻ്റെ ഇനാഗുറേഷനൊക്കെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടുപോവാം. ഇതാ ഇവിടെ ഇനി പുൽക്കൂട് അവരിടാൻ പോകുന്നത്. ഇതൊന്നും ഇട്ടിട്ടില്ല, അതിനുവേണ്ടി സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇതെല്ലാം ഇവിടുത്തെ ആൻബോസിൻ്റെ ഒക്കെ ബിൽഡിങ് ആണ്. മേടിച്ച് ഇവിടെ ഇപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞു. എന്നിട്ടും റോഡിലെ തിരക്ക് കണ്ടില്ലേ? ഇപ്പോൾ കടകളൊക്കെ അടച്ച് വരുന്നതേ ഉള്ളൂ.
ഇപ്പം ഞാൻ നോർത്ത് സൈഡിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് സൗത്ത് സൈഡിലോട്ട് പോയി അവിടുത്തെ വീഡിയോ നോക്കാം. അവിടുത്തെ ലൈറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് സൗത്ത് സൈഡിൽ ചെന്നിട്ട് അവിടുത്തെ വീഡിയോ എടുക്കാം. ആ സൈഡിലെ ടെമ്പിൾ ബാറും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വട്ടമൊക്കെ ഡിസംബറിൽ അവിടെ ഒരുപാട് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും ഡിസംബറിലുണ്ട്. ഇതിപ്പോൾ ഈ ഫസ്റ്റ് ആയതുകൊണ്ട് അറിയത്തില്ല. നവംബറിലെ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ കൂടെ തുടങ്ങി കാണും. ഈ ജീനോസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫേമസ് ഐസ്ക്രീം പാർലർ ഇത്. ഇതെന്താ സാധനമെന്ന് ഞാൻ പറയുന്നില്ല. അറിയാവുന്നവർ കമൻറ്റ് ഇട്ടാൽ മതി. ഇത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്ന ഒരു ബ്രിഡ്ജായത്. ഇതൊരു പാലത്തിൽ മൊത്തം ലൈറ്റിൻ്റെ കുറേ ഇതുണ്ട്. ഇതുപോലെ ഒരുപാട് പാലമുണ്ട് ഇവിടെ. ഇത് ലിഫി റിവറായി പോകുന്നത്. ലിഫി റിവറിൻ്റെ ഒരു സൈഡ് നോർത്തും ഒരു സൈഡ് സൗത്തുമാണ്. ഇവിടെ ഉള്ള ഒരു ചെറിയ ബ്രിഡ്ജാണ് ഇത്. സൗത്തിലോട്ട് നമ്മൾ നോർത്തിൽ നിന്ന് പോകുന്ന ഒരു ചെറിയ ബ്രിഡ്ജാണ്. അപ്പോൾ ഇതേ കൊണ്ട് നടക്കുമ്പോൾ ഇത് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. ലൈറ്റിൻ്റെ പരിപാടി ചെയ്ത് രസമല്ലേ. ഇതിപ്പോൾ നമ്മൾ സൗത്ത് സൈഡിലാണ്. ഇത് ടെമ്പിൾ ബാറിൻ്റെ ഫ്രണ്ടായത്. ഇത് ലൈറ്റിംഗ് ഒന്നും ഫുള്ളായിട്ടൊന്നുമില്ല. ഇത് കുറച്ചൊക്കെ അവർ ചെയ്തിട്ടുള്ളൂ. ഇത് ഇനിയും ഡിസംബറിനോടനുബന്ധിച്ച് മൊത്തത്തിൽ അത് എടുത്തുള്ളൂ. ഇത് നവംബർ ആയതേ ഉള്ളല്ലോ. ഈ ടെമ്പിൾ ബാറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മുമ്പൊരു വീഡിയോ കിടപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഫേമസ് ബാറാണ് ടെമ്പിൾ ബാർ എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ലൈറ്റിങ് വരും ഇവിടെ. ഈ ഒരു ഏരിയയിലെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അയർലൻഡിൽ ഏറ്റവും കൂടുതൽ പബ്ബും ബാറും ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൊത്തം പബ്ബുകളാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പബ്ബ്. വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പബ്ബ്. അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ അകത്തെ എല്ലാ വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്.
ഇവിടെ ഇപ്പം തിരക്കില്ല. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസമാണ് ഇവിടെ നല്ല തിരക്കുള്ളത്. ഇത് ട്രിനിറ്റി കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജാണ്. ഇത് ഇവിടെ ഉള്ള ട്രിനിറ്റി കോളേജിൻ്റെ ബിൽഡിംഗ് ആയി കാണുന്നത്. ഇത് ബാങ്ക് ഓഫ് അയർലൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വേണ്ട, അവരുടെ മെയിൻ, ഇവിടുത്തെ ഒരു മെയിൻ ബാങ്ക് ഇത് ബാങ്ക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്നത്. അവരുടെ എന്തോ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്ട ബാങ്ക് ഓഫ് അയർലൻഡിൻ്റെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ. ഒരു അപ്പോൾ ഇവിടെ ഊത്തൂത്തിൽ കഴിഞ്ഞില്ലെന്ന്. വാടകയ്ക്ക് എങ്ങോട്ടൊരു ഊത്തും എടുത്തോണ്ട് വന്നിട്ട് തോന്നിയാസം ഊതു.